ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണാത്തതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷൻ അടിക്കുക അവരെല്ലാവരും. തലതെറിച്ച പെണ്ണ് എവിടെ പോയി കിടക്കും, എങ്ങനെയുണ്ടോ ഓഫീസ് ഉദ്യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മായി ദേഷ്യപ്പെടുന്നു. ഈ സമയം ഞാൻ എന്നാൽ അവളെ പോയി നോക്കട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ പ്രീതി. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇനി നീയും കൂടെ പോകാത്ത കുഴപ്പമുള്ളൂ. ഒരുത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോൾ നീയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രീതി. പാവം ശ്രുതി അന്നേരത്തേക്ക് ഒന്ന് തുറക്കോ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് ഇങ്ങനെ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഓരോരോ കമ്പും കഷ്ണമൊക്കെ ഇങ്ങനെ ഉരുണ്ട് വീണുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എല്ലാം കൂടെ ഉരുണ്ട് നമ്മുടെ ശ്രുതിയുടെ ദേഹത്തേക്ക് വീണുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ലാവണ്യ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അശ്വിൻ വരുന്നത്. അപ്പോൾ അശ്വിൻ കയറി വന്നപ്പോൾ കണ്ടു, ലാവണ്യെ കണ്ടു. നീ എപ്പോഴാണ് വന്നത്? എന്നോട് മുത്തശ്ശി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അത് എന്നോട് പറയാതിരുന്നതെന്ന് അശ്വിൻ ലാവണ്യോട് ചോദിക്കുക. അത് പിന്നെ അന്നേരത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചാടി കയറിങ്ങ് വന്നത് അബദ്ധമായി പോയിന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു ലാവണ്യ. എന്താ മുത്തശ്ശി നിന്നോട് വല്ലതും പറയുകയോ ചോദിക്കുകയോ ചെയ്തോ എന്ന് ചോദിച്ചപ്പം അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല ഡിയർ. കോൾമി, ഞാൻ എല്ലാം നിന്നോട് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ, അതാ എനിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ലാവണ്യ അങ്ങ് പോണു. ഈ സമയത്ത് അശ്വിൻ ആകെ ആലോചിച്ച് അകത്തേക്ക് കയറിപ്പോയി. പിന്നീടും പ്രീതിയിലേക്കും അതുപോലെ ശ്യാമിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശ്യാം സാറേ, ഇതുവരെയായിട്ടും ശ്രുതിയെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പ്രീതി പറയണം. ഇതുവരെ അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ലല്ലോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്യാമും ആകെ ടെൻഷനാവുക. നമുക്ക് അവളുടെ ഓഫീസ് വരെ ഒന്ന് പോയി അന്വേഷിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പ്രീതി ചോദിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ലെന്നൊക്കെ പറഞ്ഞു. പ്രീതി സമാധാനമായിട്ട് ഇരിക്കുക, ശ്രുതിയുടെ ഓഫീസ് നമ്പർ എൻ്റെ അടുത്തുണ്ട്, നമുക്ക് ആദ്യം അവരെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് ഫോൺ എടുത്ത് വിളിക്കുക അവർ. അപ്പോൾ അങ്ങനെ വിളിച്ചു. അപ്പോൾ കമ്പനിയിലേക്ക് വിളിച്ചു. അവിടെ ശ്രുതിയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ ശ്രുതി അവിടെ ഇല്ലെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ അശ്വിൻ സാറിൻ്റെ പേഴ്സണൽ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. കാരണം അശ്വിൻ്റെ സ്വഭാവം അറിയാലോ. അപ്പോൾ കാര്യം പറഞ്ഞു നമ്മുടെ പ്രീതി. പ്ലീസ് അതുകൊണ്ടാണ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു കാല് പിടിച്ച് ചോദിക്കുക. അപ്പോൾ സാർ മാഡം ഞാനൊരു കാര്യം ചെയ്യാം, സാറിൻ്റെ പേഴ്സണൽ നമ്പർ ഒന്നും തരാൻ പറ്റത്തില്ല, സാറിൻ്റെ വീട്ടിലെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം നമ്പർ കൊടുത്തു. വേഗം തന്നെ നമ്മുടെ പ്രീതി ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ഈ സമയത്ത് ശ്രുതി അവിടെ ഇരുന്ന് വാവിട്ട് കരയുക. കാരണം അതിനകത്ത് പെട്ടുപോയല്ലോ. അങ്ങനെ പാവത്തിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അപ്പോഴത്തേക്കും ഓരോരോ കമ്പും കോലും കഴുക്കോലും ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കരഞ്ഞുകൊണ്ട് പാവം. ആ സമയത്താണ് അശ്വിൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശി ചെയ്യുന്നതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് ചോദിക്കുന്നത്. അർത്ഥോ? എന്തർത്ഥം? എന്താ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. മുത്തശ്ശി എന്തിനാ ലാവണ്യ ഇവിടെ വിളിച്ചു വരുത്തിയത്? അതും ഞാനില്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ വിളിച്ചു വരുത്തി, അത്രേ ഉള്ളെന്ന് മുത്തശ്ശി. എന്താ ഇഷ്ടമായില്ലെന്നുണ്ടോ ഞാൻ വിളിച്ചു വരുത്തിയത്? നീ അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും അശ്വിൻ ഇഷ്ടമല്ലാതെ. ഇവിടെ എല്ലാവർക്കും അത് അറിയാമായിരുന്നു, എന്നിട്ട് അതെല്ലാവരും എന്നിൽ നിന്ന് മാത്രം ഒളിച്ചു വെച്ചു. എന്താ കുഞ്ഞാ ഇത്? അതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ ചോദിച്ചപ്പം മുത്തശ്ശി അത് പിന്നെ അങ്ങനെ വേണ്ട കുഞ്ഞാ, വേണ്ട. നീയായിട്ട് അത് ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷേ കുഞ്ഞാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ വിവാഹം കഴിച്ച് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളും ധാരണകളും ഒക്കെ ഉണ്ട്. അതിനൊത്തൊരു പെൺകുട്ടിയെ തന്നെയാണോ നീ കണ്ടെത്തിയത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി, ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന് അശ്വിൻ അന്നേരം മുത്തശ്ശിയോട് പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാരാ പറഞ്ഞത്? ഈ വീട്ടിൽ ഏത് പെൺകുട്ടിയാണ് വന്ന് കയറേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ കുടുംബത്തിലെ മുതിർന്ന അംഗമായ എനിക്കാണെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുള്ളെന്ന്. പിന്നെ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ വിലവയ്ക്കുന്നില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു. അശ്വിനൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലെന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? പറഞ്ഞത് ഞാൻ ആ അർത്ഥത്തിലല്ല. അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഈ കുടുംബമാണ് വലുത്. ആ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, മനസ്സിലായോ എന്നും ചോദിച്ചപ്പോൾ അശ്വിൻ എഴുന്നേറ്റ് പോകാൻ നോക്കി. നീ ഇരിക്കവിടെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. അശ്വിൻ അന്നേരം മുത്തശ്ശിയുടെ ആ ഒരു രൗദ്രഭാവം കണ്ടിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുക. എന്തായാലും ഈ ഒരു കാര്യം ഇവർ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നമ്പർ മേടിച്ച് ശ്രുതി ആ നമ്പറിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ ആദ്യം വിളിച്ചു, കിട്ടിയില്ല. പിന്നെ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോഴേക്കും അടുത്ത ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് സംസാരിക്കാനായിട്ട് വന്നു. ആകാശ് വന്നു. ആ സമയത്ത് പെൺകൊച്ച് വന്ന കാര്യങ്ങളെ പറ്റിയും ലാവണ്യയെ പറ്റിയും ഒക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും കുറേ ഇംഗ്ലീഷൊക്കെ ആയിട്ട് ആൻറ്റി അവിടെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടി ഇങ്ങനെ അടുത്തടുത്ത് വന്നു. എല്ലാവരും അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ
അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇനി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണമെന്നാ ഞാനുടനെ വിവാഹം കഴിക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നതെന്ന് അശ്വിൻ അന്നേരം ചോദിച്ചു. എല്ലാവരും അവിടെ കൂടി നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് ഇങ്ങനെ നോക്കുവാണ്, അമ്മയെ നോക്കുന്നുണ്ട്, ചേട്ടനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെ അവർ മൊത്തത്തിൽ അവരുടെ കുടുംബകാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ശ്രുതിയുടെ കാര്യം പറഞ്ഞ് അവരവിടെ ഇരുന്ന് ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് ഈ നമ്പറിൽ നിന്ന് കോള് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ബിസിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കോള് കിട്ടി. അപ്പോൾ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എന്തോ പറയാൻ തുടങ്ങിയതാണല്ലോ, അപ്പോഴായി കോള് വന്നത്. അപ്പോൾ ഇപ്പോൾ റിങ്ങുണ്ടെന്ന് ശ്രുതി പ്രീതി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാറ് സംസാരിക്കാൻ പറഞ്ഞ് ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പ്രീതി. ശ്യാം അന്നേരത്തേക്കും ഫോൺ മേടിച്ചു. ഈ സമയത്ത് ഈ കോള് വന്നപ്പോഴത്തേക്കും നമ്മുടെ അശ്വതി ഓടിച്ചെന്ന് കോൾ എടുക്കുക. അപ്പോൾ അശ്വതി എന്ന് കോൾ എടുത്തു, ഹലോ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടാതെ വന്നു. അപ്പോൾ കട്ടായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം അവരവിടെ നിന്ന് ഇങ്ങനെ ടെൻഷനാവുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രീതി വീണ്ടും ഫോൺ മേടിച്ചിട്ട് ഞാനൊന്നുകൂടെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നു. അപ്പോഴേക്കും ആൻറ്റി വന്നു. ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല ആൻറ്റി, കട്ടായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കോള് വന്ന സമയത്ത് നമ്മുടെ ആൻറ്റി ചെന്ന് കോൾ എടുത്തു. അതും ലാവണ്യയ്ക്ക് യാതൊരു രീതിയിലുള്ള മാനേഴ്സ് ഇല്ലെന്നുള്ള കാര്യങ്ങളും മര്യാദയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറയുന്നത്. പെട്ടെന്ന് തന്നെ ആൻറ്റി ഫോണെടുത്തു, ഹലോ വെച്ചു. അപ്പോൾ പ്രീതിയാണ് സംസാരിക്കുന്നത്. ഹലോ, ഇത് അശ്വിൻ സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യെസ്, ഹൂ ഈസ് ദിസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൻറ്റി, മേഡം അശ്വിൻ സാറിൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രീതി ടെൻഷനാവുന്നു. ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ ഫോൺ കൊടുക്കാനും ഒരു മടി. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അശ്വിൻ ഒരു കോള് വന്നായിരുന്നു. അശ്വിൻ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുവാണ്. അപ്പോൾ അശ്വിൻ ആ ഒരു കെട്ടിടത്തിൻ്റെ ആ ഒരു ഇതായിട്ടുള്ള ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 5 മണിക്കൂറിനുള്ളിൽ ആ കെട്ടിടം നിലം പൊത്തും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചു. സർ, തൽക്കാലം പണി നിർത്തി വയ്ക്കുന്നത് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ അശ്വിൻ ഇവിടെ വളരെ കാര്യമായിട്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ അനുജത്തിയെ കാണാതെ പോയതിൻ്റെ കാര്യം പ്രീതി പറയുമ്പോഴേക്കും ആൻറ്റി, നിങ്ങളുടെ അനുജത്തിയെ കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വേണമെന്ന് വെച്ചാൽ പോയി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രീതി കാര്യമൊക്കെ പറയാം. അപ്പോൾ നിങ്ങളുടെ അനുജത്തിയെ കണ്ടു കിട്ടാനായിട്ട് ഞാനും ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ചെന്നതിനെപ്പറ്റി അശ്വിൻ കുമാറിനോട് ചോദിക്കുക. അവൾ അവിടെ വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. ഇവിടെ ആരോ അന്വേഷിച്ച് വന്നിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ആരെയും പ്രത്യേകിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അശ്വിൻ ഇങ്ങനെ ഞെട്ടലോടെ കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അശ്വിനും ആകെ ടെൻഷനാണ്, ഇവളിതെവിടെ പോയിന്ന്. അപ്പോൾ നിങ്ങളുടെ അനുജത്തിയെ കണ്ടുപിടിക്കലല്ലേ ഇവിടെയുള്ളവരുടെ ജോലി, പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആൻറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വന്നു. ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അശ്വിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ശ്രുതിയെ കാണാതെ പോയി, അവളെ കാണാനില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അശ്വിന് ടെൻഷനായി. അശ്വിൻ ശരിക്കും ടെൻഷൻ അടിക്കുക. വേഗം ഫോൺ എടുക്കുന്നു, നമ്പറിലേക്ക് വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അശ്വിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണേ. അപ്പോൾ അവൻ എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു ആൻറ്റി. അപ്പോൾ അറിയില്ല എന്ന് അശ്വതി പറഞ്ഞു. അവൻ എവിടെ പോയതാണെങ്കിലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ടില്ലെന്ന് അവൻ പറയും. അവൻ വരുമ്പോൾ നീ അവനോട് അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് എഴുന്നേറ്റ് പോയി. ഇവരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ പേടിച്ച് വിറച്ച് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കും എന്നുള്ള ഇതിലിരിക്കുക. ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്നുള്ള ഇതിൽ. അപ്പോഴേക്കും ഓരോ കഴുക്കോലുകളായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് വലിവായിൽ ഒച്ചയെടുത്തൊക്കെ നമ്മുടെ ശ്രുതി കരയുന്നുണ്ടേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രീതിയുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വിഷമിച്ചിരിക്കുക അനുജത്തിയെ കാണാതെ പ്രീതി സങ്കടപ്പെട്ടിരിക്കുന്നു. ആ സമയം അമ്മായി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയാളോട് എനിക്കൊന്ന് സംസാരിക്കാനോ അയാളുടെ പേഴ്സണൽ നമ്പർ തരാനോ പോലും അവർ കൂട്ടാക്കിയില്ലെന്നൊക്കെ പറഞ്ഞ് കരയുക. ഇങ്ങനെയുണ്ടോ കണ്ണി ചൊരയില്ലാത്ത ആൾക്കാരെന്നൊക്കെ പ്രീതി പറയണു. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മായി എന്നൊക്കെ ചോദിച്ച് പ്രീതി കരച്ചില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ശ്യാമ തൊട്ടടുത്തിരിപ്പുണ്ട്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ അവളെ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് പോലീസിലൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ പ്രീതി ചോദിച്ചേ. അത് പിന്നെ അത് വേണോ നോക്കട്ടെ, എന്തായെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഞാനത് വേണ്ടതുപോലെ ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ശ്യാമ ഇവരെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അമ്മായിയും സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത് പാവം ശ്രുതി ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് വാവിട്ട് കരഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.